നമ്മളെ സ്വഭാവം അതാണ്. ഈ കൂത്തുപറമ്പിനടുത്ത് ഈ അടുത്ത് ഞാനും ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളവിടെ ഇപ്പോൾ ഈ ഒരു മാസത്തിനിടക്കാണ് സംഭവം. അതേ ആ സ്ഥലത്ത് ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം അതിൽ കൂടുതൽ വേണമെങ്കിൽ ഡേറ്റ് ഞാൻ ഡയറി നോക്കി പറഞ്ഞു തരും. അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും മുനവ്വർ അലി ശിഹാബ് തങ്ങളും. അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയാണെന്ന് എനിക്കറിയാം. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ബഹുഭൂരിപക്ഷവും അതേ സുന്നത്ത് ജമാഅത്തിൽ നമ്മുടെ സംഘടനയെ അംഗീകരിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ മദ്രസ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുമ്പോ അത് പറ്റില്ല എന്ന് നമ്മളെ സംഘടനാ പ്രവർത്തകര് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെയും കൂടി ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി കണ്ണൂർ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സന്തോഷവും സ്നേഹവും പങ്കിട്ടു. ഇപ്പോഴും അതിന്റെ ചിത്രം കാണാമല്ലോ സുഹൃത്തുക്കളെ. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളുണ്ടോ മറ്റൊരു മദ്രസയെ എതിർക്കുന്നു? നമ്മളുണ്ടോ മറ്റൊരു പള്ളിക്ക് കല്ലെറിയുന്നു? ഇല്ല ഇല്ല. റബ്ബിനെ ആരാധിക്കുന്ന ഒരു പള്ളിയെ നമ്മൾ ആക്രമിക്കൂല. പോകട്ടെ, ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ഒരു ദേവാലയത്തെ പോലും നമ്മൾ ആക്രമിക്കൂല. ഒരു ക്രിസ്ത്യാനികളെ ചർച്ചിനെ നമ്മൾ ആക്രമിക്കൂല. അത് രാജ്യദ്രോഹമാണ്. ഈ രാജ്യത്തോട് ചെയ്യുന്ന തെറ്റാണ്. ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുന്ന പരിപാടിയാണ്. അത് പാടില്ലാത്തതാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് SYS-ഉം SSF-ഉം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുന്നി ജമിയത്തുൽ ഉലമയും അതിന്റെ നേതാവാണ് മഹാനായ നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും കൻസുൽ ഉലമയും. അല്ലാഹു അവർക്ക് നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാർക്കിടയിൽ അസൂയയുടെ പേരിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ പണ്ഡിതനെയും ചീത്ത പറയാതെ, തെറി പറയാതെ, തെറ്റിദ്ധരിക്കാതെ, നിങ്ങൾ ഒരു തങ്ങളെയും നിന്ദിക്കാതെ നിങ്ങൾ ഐക്യപ്പെടാൻ ശ്രമിക്കൂ. മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടനം വന്നപ്പോ മഹാനായ താജുൽ ഉലമ പറയുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കണം. കാന്തപുരം ഉസ്താദ് പറയുന്നു ക്ഷണിക്കണം. അവിടുത്തെ നേതാക്കന്മാര് പോയി ക്ഷണിക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആരോഗ്യം പോരാ. പക്ഷേ മംഗലാപുരം വരെ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി ആരോഗ്യം പരിഗണിക്കാതെ തങ്ങൾ മംഗലാപുരത്ത് വരുന്നു. ആ പള്ളി ഉദ്ഘാടനത്തിന് അതാ പള്ളി തുറന്നുകൊണ്ട് താജുൽ ഉലമ ഉദ്ഘാടനം ചെയ്യുന്നു. പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളോട് അതാ ഇമാമത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ താജുൽ ഉലമയും ഖമറുൽ ഉലമയും ആവശ്യപ്പെടുന്നു. തങ്ങൾ വൈമനസ്യം കാണിക്കുന്നു. അല്ല, നിങ്ങൾ തന്നെ നിൽക്കണമെന്ന് താജുൽ ഉലമയും ഖമറുൽ ഉലമയും നിർബന്ധിക്കുന്നു. അവിടുന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോ മഹാനായ ശിഹാബ് തങ്ങൾക്ക് അനാരോഗ്യം കൊണ്ട് സാധിക്കാത്തതിനാൽ ബഹുമാനപ്പെട്ടവരുടെ കൈ നിസ്കാരം ബാത്തിലാകാത്ത നിലയ്ക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് കൈ പിടിച്ചു കൊടുത്തിട്ട് ഉയർത്തുന്നത് 1ാം സഫിൽ കണ്ടവരാണ് ഞാൻ. താജുൽ ഉലമ ആഗ്രഹിച്ചത് ഈ സമുദായം ഒന്നിക്കാനാണ്. അതുപോലെ ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. പക്ഷേ എന്റെ പ്രസംഗം നാദാപുരത്തെ അതാ ലീഗിന് സമമായ സമസ്തക്ക് സംഘർഷം എന്ന പ്രസംഗത്തിൽ ഞാൻ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. ശിഹാബ് തങ്ങൾ സമസ്തയല്ലെന്ന് അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി പറയുന്നു. അത് ഞാൻ അതിൽ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കലാകൗമുദിയോട് പറഞ്ഞത് അതാ കലാകൗമുദിയിൽ അതാ എഴുതിയത് നിങ്ങൾക്ക് കാണാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടെ ഖാദിയാരോഹണത്തിന് വേണ്ടി വരുമ്പോ അപ്പുറത്തെ സമസ്തക്കാർ കാറ് തടഞ്ഞു വെച്ചു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാറ് തടഞ്ഞു വെച്ചു, പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു എന്താ കാരണം? അവര് പറഞ്ഞു അവിടെ കാന്തപുരം ഉണ്ടാകും, അവിടെ പോകാൻ പാടില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണേണ്ടതുണ്ട്.
മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇന്നും കലാകൗമുദിയിൽ നിങ്ങൾക്കത് കാണാം. സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വിശാലമുള്ള സയ്യിദന്മാരുടെ കൂടെ, അത്തരം വിശാലതയുള്ള പണ്ഡിതന്മാരുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ടോ? SYS അതിനു വേണ്ടിയുള്ള സംഘടനയാണ്, SSF അതിനു വേണ്ടിയുള്ള സംഘടനയാണ്. സമുദായം തമ്മിലടിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുമ്പോ, മാധ്യമം ശ്രമിക്കുമ്പോ, ആ തമ്മിലടിപ്പിക്കുന്നതിൽ ഹരം ചേർന്നിട്ട് അതാ മദ്രസക്ക് തീ കൊടുക്കുന്ന കൂട്ടത്തിലും ഖുർആൻ കത്തിക്കുന്ന കൂട്ടത്തിലും അത് അക്രമം അഴിച്ചുവിടുന്ന കൂട്ടത്തിലും പെട്ടിട്ട് അള്ളാന്റെ കോടതിയിൽ ആരും കുടുങ്ങിപ്പോകണ്ട. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം.